ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഒന്ന് രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഹലോ, വെൽക്കം ടു Recipesmine. അപ്പോൾ നമുക്കിന്ന് മാൻകിഷ് ഉണ്ടാക്കാം. സാത്തർ വെച്ചിട്ട് ഒരു മാൻകിഷ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം ഈസ്റ്റും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം. ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ കഴുകി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈസ്റ്റിൻ്റെ ആ ഒരു മൈദ മിക്സ് നോക്കിയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് മൈദ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കണം. നല്ലതുപോലെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ്, അതായത് ചപ്പാത്തിനെക്കാട്ടി കുറച്ചുകൂടി അയവുള്ള നല്ലൊരു മാവാക്കിയിട്ട് കുഴച്ചെടുക്കുക. ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വെക്കാം. ഒരു 40 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും നല്ല പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാത്തർ മിക്സ് റെഡിയാക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാത്തർ പൗഡർ വേണം. അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, സാത്തർ പൗഡർ എന്ന് പറഞ്ഞിട്ട്. അത് എത്രയാണ് വേണ്ടത് വെച്ചാൽ എത്രയാണ് നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കേണ്ടത് വെച്ചാൽ അത്രയും എടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ഒലിവ് ഓയിൽ തന്നെ ചേർക്കണേ. അങ്ങനെ ഒലിവ് ഓയിൽ ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു അധികം തിക്കായിട്ടുള്ളൊരു ടോപ്പിംഗ് അല്ല നമുക്ക് വേണ്ടത്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടോപ്പിംഗ്, അതായത് സാത്തർ മിക്സ് ഇവിടെ റെഡിയാണ്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നല്ല പൂരിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ലൂസായിട്ടുള്ള മാവല്ലേ, ചപ്പാത്തിയുടെ പാകത്തിലൊന്നുമല്ല, അതിനെക്കാട്ടി ലൂസായിട്ടുള്ള മാവല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് വെച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മറ്റേ ചപ്പാത്തിയൊക്കെ പരത്തും പോലെ പരത്തിയെടുക്കാം. പിന്നെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എത്ര വലുപ്പത്തിൽ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത്രയും പരത്തിയെടുത്തിട്ട് പിന്നെ അതിൽ വിരൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. കാരണം അത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സാത്തർ മിക്സ് എത്രയാണ് വേണ്ട വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ സാത്തർ മിക്സും ഒരു സൈഡിൽ ചീസുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്, നമ്മുടെ സാത്തറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാൻകിഷ് സാത്തർ ബ്രെഡ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ചിക്കൻ പക്കോട ഉണ്ടാക്കാം. പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 200 ഗ്രാം ചിക്കൻ എല്ലോട് കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞതും ഒരു 4-5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്യുക. അതായത് ആ മുളക് പൊടിയൊക്കെ ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ എത്തുന്ന വിധത്തിൽ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവറിന് പകരം മൈദ എടുക്കുക. അപ്പോൾ കോൺഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്.
ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. ആ ഉള്ളിന്നും ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വരും. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഉള്ളി നന്നായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കണം തീ എപ്പോഴും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും, ചിക്കൻ അധികം കുക്കായി കിട്ടുകയില്ല. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഉള്ളി ഒട്ടും കരിയുമില്ല, ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നല്ല ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഉള്ളിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് ഉൾഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. നല്ല രസമുള്ളൊരു സ്നാക്സ് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലോട് കൂടിയുള്ള ചിക്കൻ പക്കോട നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പച്ചമുളകും ഉള്ളിയൊക്കെ വലിയ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ടൈമിൽ തന്നെ ഞാനൊരു സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ചിക്കനും ഒന്ന് ഗ്രൈൻഡ് ചെയ്തതും ഉപ്പ് കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ പച്ചമുളകും കുരുമുളകും ഒക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാനും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും കൊടുക്കാനൊക്കെ പറ്റിയതാണ്. ചിക്കൻ വേവിച്ചത് മാത്രമേ നമുക്ക് ആ ഒരു ടൈം മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ള പണിയാണ്. അങ്ങനെ ബ്രെഡ് സ്ലൈസ് എടുക്കുക. ബ്രെഡിൻ്റെ ആ ബ്രൗൺ പാർട്സൊക്കെ റിമൂവ് ചെയ്യാൻ മറക്കരുത്. അത് റിമൂവ് ചെയ്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 4 ഭാഗവും റിമൂവ് ഒക്കെ ചെയ്തതിന് ശേഷം ബ്രെഡ് സ്ലൈസിൽ ഇത് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. Soyami, vamos a probar. Así.